എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈംഗിക ആഗ്രഹം ഉടലെടുത്തു കഴിഞ്ഞാൽ ആ ദൃഢത അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ പാത്വേ വർക്ക് ചെയ്യാറുള്ളൂ. അല്പം സിഗരറ്റ് വലിക്കുകയോ മദ്യപിക്കുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ സ്ഥിതി അതിൽ കൂടി അബദ്ധത്തിലേക്ക് പോകുന്നു. കാരണം അപ്പോൾ എനിക്ക് ലിംഗത്തിനുള്ള തകരാറ് ECG എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് കാരണമുണ്ട്. ഹൃദയത്തിന് തകരാറുള്ളവർക്ക് ലൈംഗിക ശേഷിക്കുള്ള മരുന്നുകൾ നൽകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ലൈംഗിക ശേഷി വീണ്ടെടുക്കുന്നതോടുകൂടി നല്ല ലൈംഗിക ആരോഗ്യം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ അസുഖങ്ങൾക്കും അതിൻ്റെതായ ചികിത്സ നൽകണം. നമസ്കാരം. ലൈംഗികമായുള്ള ശേഷിക്കുറവിനെ കുറിച്ചുള്ള ഒരു നീണ്ട വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നീണ്ട വീഡിയോ എന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതിനുള്ള ചികിത്സ എന്താണ്, ഏതെല്ലാം രൂപത്തിലുള്ള ലൈംഗിക ശേഷിക്കുറവുണ്ട്, ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ എന്തെല്ലാം പുതുതായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ഓൾ ഇന്ത്യ ചെയർമാനുമാണ്. എന്താണ് ലൈംഗിക ശേഷിക്കുറവ്? ഒരു പുരുഷന് ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉടലെടുക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ലിംഗം ഉയർന്നു വരുന്നു, നല്ല ദൃഢത കൈവരിക്കുന്നു. ഏതാണ്ട് ഒരു 135 ഡിഗ്രി ആംഗിളിലേക്ക് അത് ഉയർന്നു നിൽക്കുന്നതായി കാണാം. അപ്പോൾ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ആഗ്രഹം ഉടലെടുത്താലും ലിംഗം ഈ രീതിയിൽ ഉയരുകയില്ല. അഥവാ ഉയർന്നാൽ തന്നെ ഒരു 30 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് മുന്നോട്ട് വരാറുമില്ല. പിന്നെ ദൃഢത കൈവരിക്കുന്നതിന് പകരം അത് ഏറെക്കുറെ സ്പോഞ്ച് പോലെയുള്ള ഒരവസ്ഥയിലേക്ക് അല്പം വണ്ണം വയ്ക്കുകയും ചെയ്യാം. അതിനാണ് ലൈംഗിക ശേഷിക്കുറവെന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? ലൈംഗിക ശേഷിക്കുറവ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? 3-4 കാരണങ്ങൾ പ്രധാനമായുണ്ട്. ഒന്ന്, ലിംഗം ഒരു ബലൂണായി സങ്കല്പിക്കുക. ആ ബലൂണിലേക്ക് കാറ്റ് ഊതി വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിപ്പം വയ്ക്കും. അങ്ങനെ വലിപ്പം വയ്ക്കുന്ന അവസ്ഥയിൽ ബലൂണിനെ നമ്മൾ മറ്റൊരു ആവരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആ ആവരണത്തിൻ്റെ അത്രമേ വലിപ്പം വയ്ക്കുവാൻ കഴിയുള്ളൂ. ഇവിടെയും സംഭവിക്കുന്ന അതാണ്. രക്തം ലിംഗത്തിലേക്ക് ഇരച്ചു കയറുന്നു. ഇങ്ങനെ രക്തം ഇരച്ചു കയറുന്ന അവസ്ഥയിൽ ലിംഗത്തിൻ്റെ പുറത്തുള്ള ചില ഫേഷ്യകൾ ആ ഫേഷ്യകൾ എന്ത് ചെയ്യുന്നു? ഇതിനെ അവിടെ തടുത്തു നിർത്തുകയാണ്. അതുകൊണ്ട് അകത്ത് നല്ല ദൃഢത കൈവരിക്കുന്നു. കോർപ്പസ് കാവേർണസം എന്ന 2 കലകളും അതുകൂടാതെ ഇതിനകത്ത് കോർപ്പസ് സ്പോഞ്ചിയോസം എന്ന് പറയുന്ന ഒരു കലയിലേക്കുമാണ് രക്തം ഇങ്ങനെ ഇരച്ചു കയറുന്നത്. ആ രക്തം ഇരച്ചു കയറുന്നതിൻ്റെ ശക്തി അനുസരിച്ച് ലിംഗം ദൃഢത കൈവരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈംഗികതയെ നിയന്ത്രിക്കുന്ന ചില മസിലുകളുണ്ട്. ആ മസിലുകൾക്ക് ഇഷ്യോകാവണസ് പ്യൂബോകോക്കിസ് എന്നൊക്കെ പറയുന്ന മസിലുകളാണ്. എൻ്റെ പേരെന്തെങ്കിലും ആകട്ടെ, ആ മസിലുകൾക്ക് നല്ലവണ്ണം ദൃഢത കൈവരിക്കുന്നു, അല്ലെങ്കിൽ മസിലുകൾ ചുരുങ്ങുന്നു. ഇതോടുകൂടി ലിംഗം നല്ല ഉയർച്ചയിലേക്ക് വരുന്നു. അതായത് ഒരു ചൊല്ലുണ്ട് ലൈംഗിക ശേഷിക്കുറവിനെ കുറിച്ച്. ആദ്യം സൂര്യനെ നോക്കും, പിന്നെ നേരെ നോക്കും, പിന്നെ ഭൂമിയെ നോക്കും. അപ്പോൾ സൂര്യനെ നോക്കുന്ന അവസ്ഥയിലേക്ക് വന്നാലേ ലൈംഗിക ശേഷിക്കുറവില്ല അല്ലെങ്കിൽ ദൃഢത കൈവരിക്കുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. ഇതിന് രക്തം മാത്രമല്ല, മസിലുകളുടെ പ്രവർത്തനവും അതിനകത്തൊരു ഭാഗമാണ്. അപ്പോൾ തലച്ചോറിൽ നിന്ന് വരുന്ന ചില സിഗ്നലുകളാണ് നട്ടെല്ല് വഴിക്ക്, അതായത് സൂക്ഷ്മനാഡി വഴിക്ക്, പുണരൽ നെർവ് വഴിക്ക് ലിംഗത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഈ സിഗ്നലുകൾ നമ്മളൊരു സ്ത്രീയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ലൈംഗികമായി എന്തെങ്കിലും ചിന്തിക്കുമ്പോഴോ നമുക്ക് ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉടലെടുക്കുമ്പോഴോ ഈ സിഗ്നലുകൾ സൂക്ഷ്മനാഡി വഴിക്ക് ലിംഗത്തിലേക്കുള്ള ഞരമ്പുകളിലേക്ക് എത്തുന്നു. ലിംഗത്തിലേക്കുള്ള ഞരമ്പുകളിൽ നിന്ന് അവിടുന്ന് നൈട്രിക് ഓക്സൈഡ് എന്ന ഒരു രാസപദാർത്ഥം പുറപ്പെടുവിക്കുന്നു. ഈ രാസപദാർത്ഥം അവിടെ കോർപ്പസ് കാവേർണസത്തിലുള്ള ലിംഗത്തിനകത്തുള്ള രക്തക്കൊള്ളുകളെയും കോർപ്പസ് കാവേർണസത്തെയും വികസിപ്പിക്കുവാൻ സഹായിക്കുന്നു. അപ്പോൾ ആവശ്യത്തിന് രക്തം ലിംഗത്തിനുള്ളിലേക്ക് വരുന്നു. എന്നാൽ ഇങ്ങനെ ലിംഗത്തിനുള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അത് വന്ന് ദൃഢത കൈവരിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ആൻറ്റി കെമിക്കലായ സൈക്ലിക് GMP എന്ന ഒരു പാത്വേ വഴിക്ക് അതിനെ ബ്ലോക്ക് ചെയ്യുകയും വീണ്ടും ലിംഗം സാധാരണ അവസ്ഥയിലേക്ക് പോകാറുമുണ്ട്. അതായത് ലിംഗത്തിൻ്റെ ദൃഢത നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈംഗിക ആഗ്രഹം ഉടലെടുത്തു കഴിഞ്ഞാൽ ആ ദൃഢത അങ്ങനെ തന്നെ
നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ പാത്വേ വർക്ക് ചെയ്യാറുള്ളൂ. ചിലർക്ക് അതിന് മുമ്പ് തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ഞങ്ങൾ പറയുന്നത് ബിക്കംസ് ഫ്ലാസിഡ് ഇൻ ബിറ്റ്വീൻ എന്നാണ്. അതായത് ലൈംഗിക ശേഷി അതിൻ്റെ പകുതിക്ക് വെച്ച് തന്നെ ഉദാഹരണ ശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി ലൈംഗിക ശേഷി ഈ രീതിയിൽ ഇത് വന്നു, അതായത് തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ വന്നു. എന്നാൽ ഇതിനൊരു ചാലക ശക്തിയായിട്ട് ഹോർമോണുകളുണ്ട്. എന്തെല്ലാം ഹോർമോണുകളാണ്? ടെസ്റ്റോസ്റ്ററോണാണ് അവിടെ പ്രധാനമായും പങ്കുവഹിക്കുന്നത്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞാൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷി നഷ്ടപ്പെടും. അതുപോലെ തന്നെ മറ്റു ചില ഹോർമോണുകളുണ്ട്. പ്രൊലാക്റ്റിൻ, അതിൻ്റെ അളവ് കൂടിയാൽ ലൈംഗിക ശേഷി നഷ്ടപ്പെടും. ഇനി കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ അളവ് കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കൊരു മനപ്രയാസം ഉണ്ടാകുക, നമുക്കൊരു മാനസികമായുള്ള സമ്മർദ്ദം ഉണ്ടാകുക. അത്തരം സന്ദർഭങ്ങളിലാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉയരുന്നത്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ കുറയാറുണ്ട്. അങ്ങനെയും ലൈംഗിക ശേഷി നഷ്ടപ്പെടാറുണ്ട്. ഇനി തൈറോയിഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷി നഷ്ടപ്പെടും. തൈറോയിഡ് ഹോർമോൺ ഉയരുകയാണെങ്കിലും കുറയുകയാണെങ്കിലും ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നതായി കാണാം. അപ്പോൾ ഹോർമോണിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി ഹോർമോണിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലിംഗത്തിനകത്ത്, ലിംഗത്തിൻ്റെ കോശങ്ങൾക്കകത്ത് എന്തെങ്കിലും തകരാറുണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ ലിംഗം വളഞ്ഞു പോകുന്നതായി കാണാം, അല്ലെങ്കിൽ ലിംഗത്തിന് ദൃഢത കൈവരിക്കാൻ കഴിയാത്തതായി കാണാം. ഇത്തരം അവസ്ഥകളിലും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഇനി ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതിന് ഏതെല്ലാം രോഗങ്ങളാണ് കാരണമായി മാറുന്നത്? അടിസ്ഥാനപരമായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. 3 കാര്യങ്ങളാണ്: രക്തസംബന്ധമായത്, ഹോർമോൺ സംബന്ധമായത്, ഞരമ്പ് സംബന്ധമായത്, അതായത് ന്യൂറോൺ സംബന്ധമായത്. ഈ 3 കാരണങ്ങളാണ് ഏത് രൂപത്തിലുള്ള രോഗം വന്നാലും ഇത് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അതിലാദ്യം നമുക്ക് പ്രമേഹത്തെ എടുക്കാം. പ്രമേഹം ലൈംഗിക ശേഷിക്കുറവുണ്ടാക്കുന്ന ഒരു വലിയ ഘടകമാണ്. ഈ പ്രമേഹ രോഗം ബാധിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷിക്കുറവ് മാത്രമല്ല, അവരുടെ രക്തക്കൊള്ളുകൾക്ക് പ്രശ്നമുണ്ടാകുന്നു, അവരുടെ ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ടാകുന്നു, അവരിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ കണ്ടുവരുന്നു. ഇതുപോലെ ഈ 3 മതിയല്ലോ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാൻ. ഇത് കൂടാതെ തന്നെ ഇത് പ്രമേഹം ബാധിക്കുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോശങ്ങൾക്ക് വേണ്ടത്ര ഗ്ലൂക്കോസ് ലഭിക്കാത്തതുകൊണ്ട് എനർജി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇത്തരം അവസ്ഥയിൽ ചില വിഷലിപ്തമായ പദാർത്ഥങ്ങൾ അവരുടെ കോശങ്ങൾക്കുള്ളിലുണ്ടാകുന്നു. ഇത് രക്തക്കൊള്ളുകളെ വികസിപ്പിക്കുവാൻ അനുവദിക്കുകയില്ല, ചുരുങ്ങിപ്പോകുന്നു. അപ്പോൾ പ്രമേഹം അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ശരിക്കുള്ള ലൈംഗിക ശേഷി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമോൺ, ന്യൂറോണൽ, വാസ്കുലാർ, അതായത് ഹോർമോൺ സംബന്ധമായതും ഞരമ്പ് സംബന്ധമായതും രക്തക്കൊഴൽ സംബന്ധമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതുമുണ്ട്. പ്രമേഹം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ അല്പം സിഗരറ്റ് വലിക്കുകയോ മദ്യപിക്കുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ സ്ഥിതി അതിൽ കൂടി അബദ്ധത്തിലേക്ക് പോകുന്നു. കാരണം സിഗരറ്റ് വലിക്കുന്നതോടുകൂടി രക്തക്കൊള്ളുകൾ വീണ്ടും ചുരുങ്ങാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു. നിക്കോട്ടിൻ്റെ പ്രശ്നം വേറെ വഴിക്കൂടെ ആക്ട് ചെയ്യുന്നു, ഞരമ്പുകൾക്ക് തകരാറുണ്ടാക്കുന്നു, പിന്നെ ചെറിയ ചെറിയ രക്തക്കൊള്ളുകൾ അടയുന്നുള്ളത് ഉറപ്പുമാണ്. അപ്പം അതുകൊണ്ട് പ്രമേഹത്തിൻ്റെ കൂടെ മറ്റ് സിഗരറ്റ് വലിക്കുന്ന വ്യക്തികൾക്ക് ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാൻ വളരെയധികം കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് പ്രഷറിലേക്ക് പോകാം. പ്രഷർ അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്തക്കൊള്ളുകളുടെ ഉൾഭാഗമായിട്ടുള്ള എൻഡോത്തീലിയം തകരാറിലാകുന്നു, അതിന് മുറിവുണ്ടാകുന്നു. എൻഡോത്തീലിയത്തിൽ നിന്നാണ് നൈട്രിക് ഓക്സൈഡ് പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഷർ അനുഭവപ്പെടുന്ന വ്യക്തികളുടെ എൻഡോത്തീലിയം തകരാറിലാകുമ്പോൾ ലിംഗത്തിൻ്റെ രക്തക്കൊള്ളുകളും ഇതേ രീതിയിലുള്ള അനുഭവം ഉണ്ടാകുന്നു. അതുകൊണ്ട് അവരുടെ രക്തക്കൊള്ളുകൾക്ക്, അതായത് ലിംഗത്തിൻ്റെ രക്തക്കൊള്ളുകൾക്ക് വേണ്ടത്ര രീതിയിൽ വികസിക്കാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്നുണ്ട്. പ്രഷർ വേണ്ട രീതിയിൽ പരിഹരിക്കുകയാണെങ്കിൽ അതിനുള്ള പരിഹാരവുമാവും. എന്നാൽ പ്രഷറിന് കഴിക്കുന്ന ഗുളികകൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട്. അതായത് ബീറ്റാ ബ്ലോക്കേഴ്സ് ഗണത്തിൽപ്പെട്ട ചില ഗുളികകൾ, അതായത് അറ്റനോൾ പോലെയുള്ള ഗുളികകൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കും. അത്തരം ഗുളികകൾ മാറ്റി സുരക്ഷിതമായ മറ്റു ഗുളികകളിലേക്ക് പോവുകയാണ് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന പ്രഷർ രോഗികൾ ചെയ്യേണ്ടത്. ഇതുകൂടാതെ ഡയൂറിറ്റിക്സ് ഗണത്തിൽപ്പെട്ട, അതായത് തയാസൈഡ് അതുപോലെയുള്ള ഗുളികകൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അത് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ റിസപ്റ്റേഴ്സുമായിട്ട് മത്സരം നടത്തുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിന് വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ സംജാതമാകുന്നു. അതുകൊണ്ട് പ്രഷർ രോഗികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷിക്കുറവ് പ്രഷർ രോഗമുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് കഴിക്കുന്ന മരുന്നുകളും ഉണ്ടാക്കുന്നുണ്ട്. മരുന്നുകളിൽ പ്രധാനപ്പെട്ടതാണ് ബീറ്റാ ബ്ലോക്കേഴ്സും ഡയൂറിറ്റിക്സും. അത് മാറ്റി മറ്റു രൂപത്തിലുള്ള മരുന്നുകൾ കഴിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇനി നമുക്ക് കൊളസ്ട്രോളിലേക്ക് വരാം.
അതായത് ഹൈപ്പർ ലിപ്പിഡിമിയ എന്ന് പറയുന്ന കൊളസ്ട്രോളിൻ്റെ അവസ്ഥ. കൊളസ്ട്രോൾ 5 രൂപത്തിലുണ്ട്. അതായത് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ കഴിയും. നോർമൽ കൊളസ്ട്രോൾ ഉണ്ട്, ട്രൈഗ്ലിസറൈഡ് ഉണ്ട്, LDL ഉണ്ട്, അതുപോലെ തന്നെ HDL ഉണ്ട്. ഇതിൽ HDL ഒഴിച്ച് ബാക്കി എല്ലാ കൊളസ്ട്രോളുകളും അപകടകാരികളാണ്. അപ്പോൾ അങ്ങനെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ രക്തക്കൊള്ളുകളുടെ ഉൾഭാഗത്ത് ഇവ വന്ന് അടിഞ്ഞു ചേരുകയും രക്തക്കൊള്ളുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രക്തം വേണ്ടത്ര രീതിയിൽ ലിംഗത്തിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ കൊളസ്ട്രോൾ കൂടുന്നതുകൊണ്ടുണ്ടാകുന്നുണ്ട്. രക്തക്കൊള്ളുകൾക്ക് ഉൾവ്യാസം കുറയുന്നു, അതുകൊണ്ട് വേണ്ടത്ര രക്തം ലിംഗത്തിലേക്ക് എത്താതെ വരുന്നു. ഇനി കൊളസ്ട്രോളിനുള്ള ചികിത്സ നല്ല വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ അതിനുള്ള മരുന്നുകൾ കഴിക്കുക, ആഹാരത്തിൽ നിയന്ത്രണം വേണം. ഈ 3 കാര്യങ്ങളും പ്രഷറിനും പ്രമേഹത്തിനും എല്ലാം ബാധകമാണ്. അതായത് ആഹാരവും വ്യായാമവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ടതും. ഇനി തലച്ചോറിനെ ബാധിക്കുന്ന ചില അസുഖങ്ങളായ പാർക്കിൻസൺസ് ഡിസീസ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, ഈ സംഭവങ്ങളിൽ ഇത്തരം രോഗങ്ങളിൽ ലൈംഗിക ശേഷിക്കുറവ് കാണപ്പെടാറുണ്ട്. ലൈംഗിക ശേഷിക്കുറവ് ആ രീതിയിൽ കാണപ്പെടുമ്പോൾ പാർക്കിൻസൺസ് ഡിസീസിന് കഴിക്കുന്ന ചില മരുന്നുകളും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്തായി പ്രധാനപ്പെട്ടത് മരുന്നുകൾ വഴിക്ക് എങ്ങനെയാണ് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്നതെന്നാണ്. ചില മരുന്നുകൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഹോർമോൺ ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ മരുന്നുകളും തന്നെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രഷറിന് കഴിക്കുന്ന ബീറ്റാ ബ്ലോക്കേഴ്സ്, തയാസൈഡ് അഥവാ ഡയോറിറ്റിക്സ് ഗണത്തിൽപ്പെട്ട ഗുളികകൾ ലൈംഗിക ശേഷി കുറയ്ക്കും. ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മാനസിക രോഗത്തിന് കഴിക്കുന്ന ഒട്ടുമിക്ക മരുന്നുകളും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട്. മാനസിക രോഗം തന്നെ ഒരു രീതിയിൽ ചിലപ്പോൾ ലൈംഗിക അതിക്രമങ്ങളിലേക്ക് പോകാറുണ്ട്, ചിലപ്പോൾ തീരെ ലൈംഗിക ശേഷിയില്ലാത്ത അവസ്ഥയിലേക്കും വരാറുണ്ട്. അപ്പോൾ ഏതാണോ മാനസിക രോഗം അതിനനുസരിച്ച് അത് നമുക്ക് വിലയിരുത്താനേ കഴിയുള്ളൂ. ഒറ്റയടിക്ക് അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാനസിക രോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇതുകൂടാതെ സിമിറ്റിഡിൻ, ചില ഗ്യാസിന് കഴിക്കുന്ന ഗുളികകൾ, അതായത് ഡോംബെറിഡോൺ, ഛർദി ഉണ്ടാകുമ്പോൾ കഴിക്കുന്ന ഗുളികകൾ, റെഗ്ലാൻ അഥവാ മെറ്റോക്ലോപ്രമൈഡ്, ഇതെല്ലാം ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, ഡോംബെറിഡോണും മെറ്റോക്ലോപ്രമൈഡും സാധാരണഗതിയിൽ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂട്ടുന്നുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഗ്യാസിൻ്റെ ഗുളിക വാങ്ങിക്കഴിക്കുന്ന എല്ലാ രോഗികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ കൂട്ടത്തിൽ ഒമിപ്രസോൾ ഡി, പാൻഡോപ്രസോൾ ഡി, ഇങ്ങനെയുള്ള ഡി ഗണത്തിൽപ്പെട്ട, അതിൻ്റെ അവസാനം ഡി ഉണ്ടെങ്കിൽ ആ ഗുളികകൾ തീർച്ചയായിട്ടും സ്ഥിരമായി കഴിച്ചാൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ട്. ഇനി സൈക്കോളജിക്കലായിട്ടുള്ള ലൈംഗിക ശേഷിക്കുറവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെർഫോമൻസ് ആങ്സൈറ്റിയാണ്. ലൈംഗികമായി ബന്ധപ്പെടുവാനുള്ള കഴിവ് തനിക്കുണ്ടോ എന്ന് ഒരു വ്യക്തിക്ക് സംശയം തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ലിംഗത്തിന് വലിപ്പം പോരാ, അല്ലെങ്കിൽ അതിന് ദൃഢത പോരാ, അങ്ങനെയൊക്കെ സ്വയം അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. അത്തരം വ്യക്തികൾക്ക് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നത് മാനസിക പ്രശ്നങ്ങൾ മാത്രമാണ്. അത് കൗൺസിലിങ്ങിലൂടെയും സൈക്കോതെറാപ്പിയിലൂടെയും അതുപോലെ തന്നെ ചില മരുന്നുകൾ വഴിക്കും അത് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. മറ്റൊന്ന്, ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതിന് സൈക്കോളജിക്കൽ വശം വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടൊരു ബിസിനസ് പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ തൻ്റെ ബ്രെയിൻ ലൈംഗികമായിട്ടുള്ള ഭാഗം ഉത്തേജിപ്പിക്കപ്പെടാതെ മറ്റു ഭാഗങ്ങൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരവസ്ഥ വരും. ആ അവസ്ഥയിലും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ട്. ഇനി പക വരിക, ഒരുത്തിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുക, അവനെ തകർക്കണമെന്നുള്ള ബിസിനസ് രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ബ്രെയിനിൽ അങ്ങനെ ഒരു ചിന്ത ഉടലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാവും. കാരണം അതിനുവേണ്ടി മാത്രം ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ തൻ്റെ ഇണയെ സംശയിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന അവസ്ഥ വരാറുണ്ട്. അതിനും പരിഹാരം കൗൺസിലിങ്ങും അതുപോലുള്ള സൈക്കോതെറാപ്പിയും മാത്രമാണ്. ഇനി മറ്റൊരു രീതിയിലുള്ള ലൈംഗിക ശേഷിക്കുറവ് എന്ന് പറയുമ്പോൾ സ്വന്തം ഭാര്യയോട് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നു, മറ്റേതെങ്കിലും സ്ത്രീകളോട് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നില്ല. ഒറ്റയടിക്ക് ഇത് സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാലും സ്വന്തം ഭാര്യയോട് അനുഭവപ്പെടുന്നു, അവിടെ ഹോർമോൺ ലെവലിൽ വ്യതിയാനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം പുരയ്ക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിയും PT ഉഷ ഓടുന്നതിനേക്കാളും നന്നായിട്ട് ഓടും. അതുപോലെ തന്നെയാണ് പുറത്തൊരിടത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിനുള്ള എനർജി, അതായത് ഹോർമോണും കാര്യങ്ങളും കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. മറിച്ചും സംഭവിക്കാറുണ്ട്. മറ്റൊരു
സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ അതിന് കഴിയാതെ വരുന്നു, സ്വന്തം ഭാര്യയുടെ അടുക്കൽ ഒരു പ്രശ്നവും ഇല്ലാതെ വരുന്നു. ഇതിൻ്റെ കാരണം കുറ്റബോധം കൊണ്ടുണ്ടാകുന്ന സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. അതിനും പരിഹാരം മറ്റുള്ളവർക്ക് പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് സാമൂഹികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനകത്ത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലായി കടക്കുന്നില്ല. ഇനി ഇതിൻ്റെ ചികിത്സകൾ ഏതെല്ലാം രൂപത്തിലുള്ളതാണ്, ലൈംഗിക ശേഷിക്കുറവിന് ഏതെല്ലാം രൂപത്തിലുള്ള ചികിത്സയാണ്. ആ ചികിത്സ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം വ്യക്തികളുടെ ഹിസ്റ്ററി മനസ്സിലാക്കണം. അവർ ഏതെല്ലാം മരുന്നുകൾ കഴിക്കുന്നുണ്ട്, എന്തെല്ലാം അസുഖങ്ങൾ അവർക്കുണ്ട്, ഇത് ഉടലെടുക്കുവാൻ അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ, ഏതെങ്കിലും അസുഖം വന്നതിന് ശേഷമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ രീതിയിലുള്ള മാനസികമായിട്ടുള്ള ആഘാത ബിസിനസ് തകർന്നതിന് ശേഷമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈയിടെയായി വളരെയധികം രോഗികൾ ഇവിടെ വരാറുണ്ട്. സാർ, എനിക്ക് കൊറോണ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞ്. കൊറോണ കഴിഞ്ഞതിന് ശേഷം കാണപ്പെടുന്ന ലൈംഗിക ശേഷിക്കുറവ് പലതും പരിശോധനകളിൽ അതിൻ്റേതായ കാരണങ്ങളൊന്നുമല്ല, സ്വാഭാവികമായിട്ടുള്ള കാരണമാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും കൊറോണ വന്നതിന് ശേഷം ICUയിലും മറ്റും കിടന്ന രോഗികൾക്ക് അതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടില്ല എന്ന് പറയാറായിട്ടില്ല. അതിനുള്ള പഠനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. മറ്റ് വേറെ ആക്സിഡൻ്റ് ഉണ്ടാകുക, മരത്തിൽ നിന്ന് വീണു, നട്ടലിന് ക്ഷതമേറ്റു, അപ്പോൾ സ്പൈനൽ കോഡിന് തകരാറുണ്ടായിക്കഴിഞ്ഞാൽ ലൈംഗിക ശേഷി നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ അവിടെ സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളുണ്ടായാൽ ലൈംഗിക ശേഷി നഷ്ടപ്പെടാറുണ്ട്. അതിനൊക്കെ ആ രീതിയിലുള്ള ചികിത്സയാണ് ആവശ്യം. ഇനി തുടക്കത്തിൽ തന്നെ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ഇവരിൽ നിന്ന് ചോദിച്ചറിയുന്നതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ചുള്ള പരിശോധനകളിലേക്ക് പോവുകയാണ് വേണ്ടത്. അപ്പോൾ പരിശോധനകൾ എന്തെല്ലാമാണെന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം. അപ്പോൾ നമുക്ക് പരിശോധനകൾ എന്തെല്ലാമാണെന്നുള്ളത് നോക്കാം. പരിശോധനകളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി രക്തം പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ ശരിക്കും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയുണ്ട്, ലിംഗം എങ്ങനെയുണ്ട്, ഇതെല്ലാം ശാരീരികമായിട്ടുള്ള പരിശോധന നടത്തണം. എവിടെയെങ്കിലും കഴകളുണ്ടോ, അതായത് ലിംനോട്ട്സ് ഉണ്ടോ, അങ്ങനെയുള്ള പരിശോധനകൾ നടത്തണം. ബാക്കി ജനറലായിട്ട് ഡോക്ടർമാർ ചെയ്യുന്ന എല്ലാ ദേഹപരിശോധനയും അതിനകത്ത് നടത്തേണ്ടതുണ്ട്. ഇനി അതിനുശേഷമാണ് രക്തപരിശോധനയിലേക്ക് പോകുന്നത്. രക്തപരിശോധനയിൽ എല്ലാ രീതിയിലുള്ള മെഡിക്കൽ ചെക്കപ്പും ചെയ്യണം. കാരണം മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണമെന്ന് പറയുന്നതിൽ അതായത് ലിപ്പിഡ് പ്രൊഫൈല്, LFT, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, ലിവറിന് എന്തെങ്കിലും തകരാറുണ്ടായാൽ ലൈംഗിക ശേഷിയെ ബാധിക്കാറുണ്ട്. ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാന പ്രവർത്തനം ലിവറിൽ വെച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം ടെസ്റ്റുകളെല്ലാം ചെയ്യണം. സിങ്ക് ചെയ്യണം, കാൽസ്യം ചെയ്യണം, ഫോസ്ഫറസ് ചെയ്യണം, മഗ്നീഷ്യം കഴിയുമെങ്കിൽ മഗ്നീഷ്യം ചെയ്യണം. ഇങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ ഹോർമോണുകളിലേക്ക് വരുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ, അത് രാവിലെ ഒരു 10-11 മണിക്കുള്ളിൽ എടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ വൈകുന്നേരം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അളവനുസരിച്ച് കുറവായിരിക്കുമെന്ന് മാത്രം. ടെസ്റ്റോസ്റ്ററോൺ ചെയ്യണം. അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ ഹോർമോൺ ചെയ്യണം. അത് പൂൾഡ് പ്രൊലാക്റ്റിൻ ആയിരിക്കും മിക്കപ്പോഴും നന്നാവുക. എന്ന് പറഞ്ഞാൽ 1, 2, 3 തവണ ബ്ലഡ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരവസ്ഥ. പിന്നെ തൈറോയിഡിൻ്റെ എല്ലാ ടെസ്റ്റും ചെയ്യണം. അങ്ങനെ പിന്നെ PSA, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ നോക്കേണ്ടതുണ്ട്. HbA1c ചെയ്യുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിന് HbA1c ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് 3 മാസത്തിലൊരിക്കൽ ഉള്ള ഷുഗറിൻ്റെ കൺട്രോളിങ് എങ്ങനെയുണ്ടെന്ന് നോക്കുന്നത്. അതിൻ്റെ അടുത്ത ടെസ്റ്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വരേണ്ടത് ഒരു ECG നിർബന്ധമായും എടുത്തിരിക്കണം. അപ്പോൾ എനിക്ക് ലിംഗത്തിനിടയിലെ തകരാറ് ECG എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ 2 കാരണമുണ്ട്. ഒന്ന്, ഹൃദയത്തിൻ്റെ തകരാറുകൾ മൂലം ലൈംഗിക ശേഷി നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിന് തകരാറുള്ളവർക്ക് ലൈംഗിക ശേഷിക്കുള്ള മരുന്നുകൾ നൽകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ECG എടുക്കണമെന്ന് പറയുന്നത്. പിന്നീടുള്ളത് ബയോതെസ്മിയോമെട്രിയാണ്. ബയോതെസ്മിയോമെട്രി എന്ന് പറഞ്ഞാൽ ഞരമ്പുകളുടെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുക. അത് പെനൈൽ ബയോതെസ്മി ഉണ്ട്, കാലിൻ്റെയും കൈയുടെയും ഒക്കെ ബയോതെസ്മിയോമെട്രി ചെയ്യുന്നത് നല്ലതാണ്. പെനൈൽ ബയോതെസ്മിയോമെട്രിയിൽ നിന്ന് നമുക്ക് PSR വാല്യൂ കിട്ടും, അതായത് പെനൈൽ സെൻസിറ്റിവിറ്റി റേഷ്യോ. അത് കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം അതിനകത്ത് ഞരമ്പുകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം എന്താണ് എന്നുള്ളത് വിലയിരുത്തണം. അത് വിലയിരുത്തി കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുക. ഇതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ഉണ്ട്, ഫാർമക്കോളജിക്കലി ഇൻഡ്യൂസ്ഡ്
പെനൈൽ ഇറക്ഷൻ ടെസ്റ്റ്, അതായത് ലിംഗത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ വെച്ച് നോക്കുക. ആ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ബ്ലോക്ക് നീങ്ങി ലിംഗം നല്ല രീതിയിൽ ഉദ്ധരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അത് ഉദ്ധരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഡോസ് അനുസരിച്ച് ഡോസ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും. ചില സ്ഥാപനങ്ങളിൽ ഈ ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം സ്കാനിങ് നടത്താറുണ്ട്, അതായത് ഡോപ്ലർ സ്റ്റഡി നടത്താറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ആ ഡോപ്ലർ സ്റ്റഡിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. എത്രത്തോളം നമുക്ക് ഏത് ഭാഗത്താണ്, ഹാർട്ടിൻ്റേത് പോലെയല്ല, ഇടതുവശത്തെ കുഴലിനാണോ വലതുവശത്തെ കുഴലിനാണോ ബ്ലോക്ക് ഉള്ളതെന്ന് അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം അവിടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ഇംപ്ലാന്റിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ്റെ ഡോസ് കൂട്ടി അതിന് മാറ്റം വരുത്താൻ കഴിയുമോ എന്നുള്ളതാണ്. മിക്കപ്പോഴും ഇഞ്ചക്ഷൻ്റെ ഡോസ് ഒരു ലെവലിൽ കൂട്ടി കഴിയുമ്പോൾ ലൈംഗിക ശേഷി വീണ്ടെടുക്കുന്നത് കാണാം. ഒരു 5-8 തവണ ഇഞ്ചക്ഷൻ വെച്ച് കഴിയുമ്പോൾ ചിലർക്ക് അത് ഗുളികകളിലേക്ക് മാറ്റം വരുത്തുവാനും കഴിയുന്നുണ്ട്. അപ്പോൾ പൈപ്പ് ടെസ്റ്റ് എന്നാണ് ഇതിന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ചികിത്സയിലേക്ക് വരാം. ഏതെല്ലാം ചികിത്സകളാണ്? ആ ചികിത്സകൾക്ക് വരുന്നതിന് മുമ്പ് ഞാൻ 2 രീതിയിലുള്ള ലൈംഗിക ശേഷിക്കുറവ് കൂടി ഞാൻ ഈ കൂട്ടത്തിലൊന്ന് വിശദീകരിക്കട്ടെ. അതായത് സ്പൗസ് ഇൻഡ്യൂസ്ഡ്, അത് സ്വന്തം സഹധർമ്മിണി ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ഒന്ന്, അവരുടെ പെരുമാറ്റം നല്ല രീതിയിൽ വരാതിരിക്കുക. എപ്പോഴെങ്കിലും ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ആ സ്ത്രീ, അതായത് സ്വന്തം ഭാര്യ പറയുകയാണ് നിങ്ങൾക്ക് ലൈംഗിക ശേഷിയില്ല, വേണ്ടത്ര സുഖം ലഭിക്കുന്നില്ല, ഒരൊറ്റ കമൻറ്റ് മതി. വീണ്ടും വീണ്ടും ഇത് ചിന്തയിൽ, ഇത് തലച്ചോറിൽ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയുടെ അടുക്ക് വരുമ്പോൾ ലൈംഗിക ശേഷി ഉണ്ടാകാത്ത ഒരവസ്ഥ സംജാതമാകാറുണ്ട്. ഇനി മറ്റൊരെണ്ണം വജൈനസ്മസ് ഇൻഡ്യൂസ്ഡ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനാണ്. അത് ചില വിവാഹം കഴിഞ്ഞ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇണയ്ക്ക് വജൈനസ്മസ് ഉണ്ടെങ്കിൽ, യോനി സങ്കോചം ഉണ്ടെങ്കിൽ അവർ ആദ്യമൊക്കെ ട്രൈ ചെയ്യും. പിന്നെ ട്രൈ ചെയ്യുന്നതോടുകൂടി ഇവരുടെ ലിംഗം ചെന്നിട്ട് ഒരു വലിയ ഭിത്തിക്ക് ഇടിക്കുന്നത് പോലെ അത് വളയുകയാണ് ചെയ്യുക, യോനിക്കുള്ളിലേക്ക് കടക്കുകയില്ല. അങ്ങനെ വരുന്ന അവസ്ഥയിൽ തൻ്റെ കഴിവുകേടാണെന്ന് മനസ്സിലാക്കിയും ഇതൊരു ക്ലാസിക്കൽ കണ്ടീഷനിങ് ആയി ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് വീണ്ടും ഈ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ വരുമ്പോൾ ലിംഗം ഉയരാത്ത ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അതിന് വജൈനസ്മസ് ഇൻഡ്യൂസ്ഡ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നാണ് പറയാറ്. ഇനി നമുക്ക് ഇതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ചികിത്സകളിലേക്ക് പോകാം. ഓരോ അസുഖത്തിനും, അതായത് എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്നുള്ളത് നാം കണ്ടുപിടിക്കണം. അതനുസരിച്ച് ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രമേഹമുള്ള ഒരു രോഗിക്ക് വെറും സിഡ്നാഫിലോ അല്ലെങ്കിൽ വയാഗ്ര പോലെയുള്ള ഗുളികകൾ കൊടുക്കുക എന്ന് പറയുന്നത് മഹാ അബദ്ധമാണ്. കാരണം അവരുടെ പ്രമേഹത്തിനാണ് ആദ്യം ചികിത്സിക്കേണ്ടത്. പ്രമേഹവും ചികിത്സിക്കണം, അതുപോലുള്ള ഗുളികകളും നൽകണം. അത് പിന്നെ കൂട്ടത്തിൽ സഹധർമ്മിണിയെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം. ഇവർ തമ്മിലുള്ള ക്ലാഷ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീണ്ടും ലൈംഗിക ശേഷിക്കുറവിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഗുളികകൾ കൊണ്ട് തന്നെ പ്രയോജനം ലഭിക്കുന്നതായി കാണാം. ഇനി പ്രഷറുള്ള വ്യക്തിക്കാണ് പ്രഷർ നിയന്ത്രിക്കണം, കൊളസ്ട്രോളുള്ള വ്യക്തിക്കാണ് കൊളസ്ട്രോൾ നിയന്ത്രിക്കണം. അതുകൂടാതെ മൾട്ടിപ്പിൾ സ്ക്ലീറോസ്, പാർക്കിൻസൺസ് ഡിസീസ്, ഇങ്ങനെയുള്ള രോഗങ്ങളുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും ആ രോഗം ചികിത്സിക്കുന്നതോടൊപ്പം തന്നെയാണ് ലൈംഗിക ശേഷിക്കുറവിനുള്ള ചികിത്സ നൽകേണ്ടത്. അതല്ലാതെ ലൈംഗിക ശേഷിക്കുറവ് മാത്രമായി ചികിത്സിക്കുന്നത് അബദ്ധമാണ്. അവരുടെ മറ്റു രോഗങ്ങൾ അധികരിക്കുകയും വീണ്ടും ചികിത്സിച്ചിട്ട് പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് കാണപ്പെടുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു ഗുളിക വാങ്ങുക, അന്നേരത്തെ കാര്യം നടത്തുക. അതിപ്പോൾ മിക്കപ്പോഴും മെഡിക്കൽ ഷോപ്പിൽ ലഭിക്കുന്ന ഒരു വയാഗ്ര ഗണത്തിൽപ്പെട്ട ഗുളികകളായിരിക്കും. ഇത് ആയുർവേദമാണെന്ന് പറഞ്ഞു പോലും വയാഗ്ര ഗുളികകൾ പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരം ഗുളികകൾ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അടിസ്ഥാന രോഗം വളർന്ന് പന്തലിച്ച് ഒരു ഭൂതമായി മാറും. അതിനുള്ള അവസ്ഥ സൃഷ്ടിക്കാതെ വ്യക്തമായ ചികിത്സ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യത്തെ പടി നമ്മൾ പറഞ്ഞു ഗുളികകളാണ്. അത് പല രൂപത്തിലുള്ള ഗുളികകളുണ്ട്. അതായത് നമ്മുടെ PD5 ഇൻഹിബിറ്റേഴ്സ് ഗണത്തിൽപ്പെട്ട സിഡ്നാഫില്, ടഡലാഫില്, അതുപോലെ തന്നെ വെർഡിനാഫില്, അവിനാഫില്, അതുപോലെ തന്നെ യുഡിനാഫില്, ഇത്തരം ഗുളികകൾ ഇന്ന് ലഭ്യമാണ്. ഓരോന്നിനും അതിൻ്റേതായ സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ടഡലാഫിൽ കഴിക്കുന്ന വ്യക്തികൾക്ക് ചിലർക്ക് കാലുവേദന വരാറുണ്ട്. അതുപോലെ തന്നെ സിഡ്നാഫിൽ കഴിക്കുന്ന ചില വ്യക്തികൾക്ക് ജലദോഷം വരാറുണ്ട്, തലവേദന വരാറുണ്ട്. മറ്റു ഗുളികൾക്കും അതുപോലെ ഓരോന്നിനും ഓരോ രീതിയിലുള്ള ഇതുണ്ട്. ഏറ്റവും പാർശ്വഫലങ്ങൾ കുറഞ്ഞ ഒരു ഗുളിക, അതായത് ആ പാർശ്വഫലങ്ങൾ കുറഞ്ഞ ഗുളിക എന്ന് പറയുന്നത് യുഡിനാഫിലാണ്. അത് നേരത്തെ കൊറിയൻ പ്രൊഡക്റ്റാണത്. അതിപ്പോൾ ഇന്ത്യയിൽ അത്ര
സുലഭമായി ലഭിക്കുന്നില്ല. അതിന് ഒരു ഗുളികയ്ക്ക് തന്നെ 600-700 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ഇനി ഈ ഗുളികകൾ പരാജയപ്പെടുന്നിടത്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇഞ്ചക്ഷനാണ്. ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ലിംഗത്തിനുള്ളിലേക്ക് വയ്ക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. അത് ഏറ്റവും ലളിതമായ ഒരു ഇഞ്ചക്ഷൻ ഉള്ളത് പപ്പാവറിൻ എന്ന ഗണത്തിൽപ്പെട്ടതാണ്. അതിനകത്തേക്ക് 15 mg 30 mg ഇഞ്ചെക്ട് ചെയ്യുന്നു. ലിംഗം ബന്ധപ്പെടുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ലിംഗം ഉയർന്നു വരുന്നു, ബന്ധപ്പെടാൻ കഴിയുന്നു. അതേസമയത്ത് അത് പരാജയപ്പെടുന്നവർക്ക് മിക്കപ്പോഴും ആൽഫഡിയാസ്റ്റോളും അതുപോലെ ലാർജാക്ടിനും ഒക്കെ ഉൾപ്പെടുന്ന ബൈമിക്സോ ട്രൈമിക്സോ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആൽഫഡിയാസ്റ്റോൾ ഒരു ആംപ്യൂളിന് തന്നെ 6800 രൂപയാണ് വില. അതുകൊണ്ട് ആ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. അതായത് ജനങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ രീതിയിൽ ഉള്ള ഇഞ്ചക്ഷൻ ഇന്ന് അവൈലബിൾ ആണ്, അത് മാർക്കറ്റിൽ ലഭ്യവുമാണ്. പിന്നെ ആ ഇഞ്ചക്ഷൻ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇംപ്ലാന്റിലേക്ക് പോകേണ്ടതുണ്ട്. ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരു കൃത്രിമമായിട്ടുള്ള ദണ്ടുകൾ വെച്ചിട്ട് ലിംഗത്തിനകത്ത് കോർപ്പസ് കാവേർണസിനകത്തേക്ക് വയ്ക്കുകയാണ്. ഒരിക്കൽ ആ ദണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോർപ്പസ് കാവേർണസം തകരാറിലാകുന്നു. അതുവഴിക്കല്ലാതെ വേറൊരു ചികിത്സാ മാർഗങ്ങളും അവിടെ ഫലിക്കുകയില്ല. ഇതുകൂടാതെ നവീനമായിട്ടുള്ള കുറച്ച് ചികിത്സാ രീതികൾ വന്നിട്ടുണ്ട്. നവീനമായിട്ടുള്ള ചികിത്സാ രീതികളിൽ ഒരെണ്ണമാണ് ഷോക്ക് വേവ് തെറാപ്പി. അതായത് അത് പല രംഗത്തും ഉപയോഗിക്കുന്നുണ്ട്. മസിലിൻ്റെ ജോയിൻറ്റ് പെയിനിന് അങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ലിംഗത്തിലേക്ക് ശക്തമായ ശബ്ദ തരംഗങ്ങൾ അടിച്ചേൽപ്പിക്കുക. ഈ ശബ്ദ തരംഗങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടെ ക്ഷതമുണ്ടാകുകയും അതനുസരിച്ച് പുതിയ രക്തക്കുഴലുകൾ ഉടലെടുക്കുകയും ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം കൂടുമെന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇത് പ്രായോഗികമായിട്ട് ഈ തത്വം അനുസരിച്ച് ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അതിന് അത്ര വലിയൊരു ഗുണം കണ്ടതായി കാണപ്പെടുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും വയാഗ്ര പോലെയുള്ള ഗുളികകൾ കൊടുക്കുന്നതുകൊണ്ട് ഏതാണ് ഫലിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്നുള്ള ധാരണയിൽ പലരും ഈ ചികിത്സ തുടക്കത്തിൽ നടത്തുകയുണ്ടായി. പക്ഷേ പരാജയമാണെന്നുള്ളതാണ് കൂടുതലും കേട്ടറിവുള്ളത്. ഇനി അടുത്തത് സ്റ്റെം സെൽ തെറാപ്പിയും PRPയുമാണ്. ആ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത് നാം വളർന്നു സൈഗോട്ട് ഉണ്ടായതിനു ശേഷം നമുക്കുണ്ടാകുന്ന ആദ്യത്തെ സ്റ്റെം സെൽസ് ആണ്. അതിനാണ് പല രൂപത്തിലും പല ഭാവത്തിലും മാറാനുള്ള കഴിവുള്ള ഒന്നാണ് സ്റ്റെം സെല്ല്. ആ സ്റ്റെം സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിപ്പോൾ കൊഴുപ്പിൽ നിന്ന് കിട്ടാം, പല ഭാഗത്തു നിന്നും കിട്ടാം. അതെടുത്തിട്ട് നമ്മൾ ലിംഗത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. മറ്റത് പ്ലാസ്മ തെറാപ്പിയിൽ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പ്ലേറ്റ്ലെറ്റ് ഇതെല്ലാം മാറ്റി അതിൽ പ്ലാസ്മ മാത്രം എടുത്തിട്ട് ആ തെറാപ്പി ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇതെല്ലാം സാമ്പത്തികമായിട്ട് വളരെയധികം ചെലവ് അടിച്ചേൽപ്പിക്കുന്നതും പ്രയോജനത്തിൻ്റെ കാര്യത്തിൽ അത്ര വലിയ മെച്ചമൊന്നും കാണാത്തതുമാണ്. അതായത് ഗുളിക, ഇഞ്ചക്ഷൻ, ഇംപ്ലാന്റ്, ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ ഗുണം കാണുന്നുണ്ട്. അതേസമയത്ത് ഈ സ്റ്റെം സെൽ തെറാപ്പി, ഷോക്ക് വേവ് തെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് നല്ല ചിലവ് വരും, പക്ഷെ പ്രയോജനം ലഭിച്ചുകൊള്ളണമെന്നില്ല. അടുത്തത് വാക്യൂം തെറാപ്പി ഉണ്ട്. വാക്യൂറെക്സ് എന്നൊക്കെ പറഞ്ഞ് പലതും മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. അതൊരു റിങ് ലിംഗത്തിലിട്ടിട്ട് അവിടെ വാക്യൂം കൊടുക്കുകയാണ്. ഈ റിങ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് രക്തം പുറകോട്ട് പോകാതെ ലിംഗം ദൃഢതയിൽ വരുത്തുന്നു. ആ തെറാപ്പി ഒരു പരിധി വരെ ഗുണകരമാണ്. അതിൻ്റെ കൂട്ടത്തിൽ വയാഗ്ര പോലെയുള്ള ഗുളികകളും കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഇംപ്ലാന്റ് തെറാപ്പി ചെയ്യുന്നതോടുകൂടി മറ്റൊരു ദോഷം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ഒരു ലൈംഗിക ഉത്തേജനമല്ല വരുന്നത്. നമുക്ക് ഒരു സ്ത്രീയെ കാണുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ലിംഗം ഉയരുകയില്ല. ഒരു സ്വിച്ച് ഇടുമ്പോൾ ലിംഗം ഉയരുകയും വേറൊരു സ്വിച്ച് ഇടുമ്പോൾ ലിംഗം ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതൊരു കൃത്രിമ സംഭവം മാത്രമാണെന്നുള്ളതാണ്. കൃത്രിമമായിട്ടുള്ളൊരു ലൈംഗിക ബന്ധമായി മാറുന്ന ഒരു അവസ്ഥയും വരില്ല എന്നുള്ള സംശയം എനിക്കുണ്ട്. അപ്പോൾ ലൈംഗിക ചികിത്സയുടെ കാര്യത്തിൽ അത് തുടക്കം മുതൽ അവസാനം വരെ പല രീതിയിലുള്ള ചികിത്സകളുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു മരുന്ന് കൊണ്ടുണ്ടാകുന്ന ലൈംഗിക ശേഷിക്കുറവ്. അപ്പോൾ ആ മരുന്ന് നിർത്തിയിട്ടല്ലാതെ വേറെ രീതിയിൽ ചികിത്സയ്ക്ക് വരരുത്, ആ മരുന്നുകൾ മാറ്റേണ്ടതുണ്ട്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, സൈക്കാട്രിക് ഡിസോർഡറുള്ള മാനസിക രോഗമുള്ള പല രോഗികളിലും അവരുടെ മരുന്നുകൾ നമുക്ക് നിർത്താൻ കഴിയില്ല. നിർത്തിയാൽ അതിലേറെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അവരുടെ ലൈംഗിക ശേഷിക്കുറവ് വീണ്ടെടുക്കുന്നതിന് മറ്റു മാർഗങ്ങൾ നാം തേടേണ്ടി വരാറുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രായം ആയവരിൽ, അതായത് ഒരു 60 വയസ്സും അതൊക്കെ കഴിഞ്ഞവരിൽ, 60 വയസ്സിന് മുകളിലോട്ടുള്ളവരിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ, പരിപൂർണമായ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത്. ഒരു കാര്യം പറയട്ടെ, പ്രായമല്ല ഇതിൻ്റെ ഘടകം. വാസ്തവത്തിൽ
എന്ത് അസുഖമാണ് ആ വ്യക്തിക്കുള്ളത്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, അതായത് രക്തക്കുഴലിൻ്റെ ബ്ലോക്കാണോ, ഹോർമോണുകളുടെ പ്രശ്നമാണോ, ഞരമ്പിൻ്റെ തകരാറാണോ, കഴിക്കുന്ന ഗുളികകളുടെ പ്രശ്നമാണോ, ഇതെല്ലാമാണ് വിലയിരുത്തേണ്ടത്. അല്ലാതെ ഒരാൾക്ക് 65 വയസ്സായി ഇനി അദ്ദേഹത്തിന് ലൈംഗികശേഷി ഉണ്ടാവില്ല എന്നുള്ളതല്ല. ഞങ്ങൾക്കിവിടെ ചികിത്സയ്ക്ക് വരുന്നവരിൽ വളരെയധികം, അതായത് ഒരു നല്ല ശതമാനം 70 വയസ്സിന് മുകളിലുള്ളവരാണ്. അവരിൽ ഏതാണ്ട് ഒരു 60% ആളുകൾക്ക് ഞങ്ങൾക്ക് ചികിത്സ വഴിക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. അവരുടെ അസുഖം എന്താണെന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. ഒരു കഥ കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ ഇത് അവസാനിപ്പിക്കാം. അതായത് ഒരു ആധാരം എഴുതുന്ന ഒരു വ്യക്തി ഇവിടെ ചികിത്സയ്ക്ക് വന്നിരുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 5 പാക്കറ്റ് സിഗരറ്റാണ് ഒരു ദിവസം വലിക്കുന്നത്. അദ്ദേഹത്തിന് പ്രമേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഞരമ്പുകൾ വളരെയധികം ശോഷിച്ചിട്ടുണ്ട്. അത്തരം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സിഗരറ്റ് വലി ഒന്ന് നിർത്തണമെന്ന് പറയുമ്പോൾ സിഗരറ്റ് ഞാൻ വലിക്കും, എന്തായാലും എന്നെ ചികിത്സിച്ച് എൻ്റെ ലൈംഗിക ശേഷി വീണ്ടെടുക്കണമെന്ന് പറഞ്ഞാൽ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് കളയാനും വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ചികിത്സയിലേക്ക് പോകാൻ കഴിയില്ല. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്? സിഗരറ്റ് വലിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. സിഗരറ്റ് വലിക്കുന്നതുകൊണ്ടും പ്രമേഹമുള്ളതുകൊണ്ടാണ് ഞരമ്പിന് പ്രശ്നമുള്ളത്. അപ്പം അതിന് പരിഹാരം കണ്ടെത്താതെ ഒരു രീതിയിലുള്ള ചികിത്സയും നടത്താൻ കഴിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 40-45 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 45 വയസ്സായ വ്യക്തി ഈ പ്രായത്തിൽ ഈ സമയത്ത് 4-5 പാക്കറ്റ് സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ എത്രത്തോളം കാലം മുമ്പോട്ട് പോകുമെന്നുള്ളത് തന്നെ സംശയമാണ്. മാത്രമല്ല ദുരിതപൂർണമായ ഒരു ജീവിതമായിരിക്കും അദ്ദേഹം പിന്നീട് ഇതുവഴിക്ക് ഉണ്ടാക്കി വയ്ക്കുന്നത്, ഈ സിഗരറ്റ് വലിക്കുന്ന വഴിക്ക്. അപ്പം ലൈംഗിക ശേഷി വീണ്ടെടുക്കുന്നതോടുകൂടി നല്ല ലൈംഗിക ആരോഗ്യം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ അസുഖങ്ങൾക്കും അതിൻ്റെതായ ചികിത്സ നൽകണം. മരുന്നുകൾ അതിന് ക്രമപ്പെടുത്തി കഴിക്കേണ്ടതുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള വ്യായാമം എപ്പോഴും ലൈംഗിക ശേഷി ഉണ്ടാക്കുവാൻ സഹായിക്കുന്നതാണ്. നാം അറിയേണ്ട ഒരു കാര്യം, ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺ ലെവല് കുറഞ്ഞു വരികയാണ്. ഒരു പരിധി എത്തുമ്പോൾ തീരെ ഹോർമോൺ ഇല്ലാതാകുകയും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് പ്രായത്തിൻ്റെതാണെന്ന് പറയാൻ പറ്റും. പക്ഷെ ആ പ്രായത്തിലും നാം നന്നായിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ, എത്രത്തോളം വ്യായാമം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നല്ല ഉറക്കമുണ്ടാകുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കാൻ കഴിയും. പിന്നെ ആവശ്യമില്ലാതെ വേണ്ടാത്ത കാര്യങ്ങളിലെല്ലാം തലയിട്ട് പ്രശ്നങ്ങളായി ജീവിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ലൈംഗിക ശേഷിക്കുറവിനുള്ള സാധാരണ രീതിയിലുള്ള ചില ആഹാര പദാർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഏറ്റവും നല്ലതാണ് ഉലുവ മുളപ്പിച്ചത് വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഒരു 10-25 മണി കഴിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ മാതള നാരങ്ങ, ബദാം, ചീര, മുട്ട, കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ മുട്ട കഴിക്കാം, മുട്ടയുടെ മഞ്ഞ ഭാഗം കഴിക്കാവുന്നതാണ്. അത് പിന്നെ ചൂര മത്സ്യം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, വെളുത്തുള്ളി ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കുന്നതിന് ഗുണം ചെയ്യാറുണ്ട്. നല്ല വ്യായാമം ചെയ്യുക, നല്ല ആഹാരം കഴിക്കുക, മനസ്സമാധാനത്തോടെ ജീവിക്കുക, മറ്റ് അസുഖങ്ങൾക്കുള്ള വേണ്ട ചികിത്സ നടത്തുക, മദ്യപാനം, സിഗരറ്റ് എന്നിവ ഒഴിവാക്കുക. ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നന്ദി, നമസ്കാരം.